ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ യോധ ഗെയിമിംഗ്. അപ്പോൾ ഇന്നലെ നമ്മൾ ക്രാഫ്റ്റ് ലാൻഡിലെ ഒരു മാപ്പിനെ പരിചയപ്പെട്ടു. വളരെ ഈസി ആയിട്ട് ബോറടി മാറ്റാൻ പറ്റുന്ന നെക്സ്റ്റ് മാപ്പിനെ ഇന്ന് നമുക്ക് പരിചയപ്പെടാം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന മാപ്പ് ഇൻഫിനിറ്റി റേസറാണ്. ഈ മാപ്പിൽ ഇന്നലെ പറഞ്ഞ മാപ്പിനെ കണക്ക് എന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ പറഞ്ഞത് FS സ്പോർട്സ് ഇവൻ്റ് ആണ്. അതുപോലെ 2-3 സ്റ്റേജസ് എന്നുള്ള മാപ്പല്ല, റേസാണ്, കാർ റേസാണ്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മൾ ഫിനിഷിംഗ് പോയിൻ്റ് എത്തുക, അത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യമെന്ന് പറയണത്. അപ്പോൾ അതിനകത്തുള്ള കാര്യങ്ങൾ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. ഇതിൽ 4 പേരാണ് കളിക്കാനായിട്ടുള്ളത്. അപ്പം നമ്മൾ ഇത്രയും പെട്ടെന്ന് ഫസ്റ്റ് എത്താനായിട്ടെന്ന് വെച്ചാൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഫസ്റ്റ് എത്താനായിട്ട് നോക്കണം. അത്രയേ ഉള്ളൂ ഇതിൽ പറയണത്. ഈ കൗണ്ട് ഡൗൺ കഴിയുമ്പോഴത്തേക്കും നമ്മൾ നിൽക്കുന്നത് ഒരു കാറിൻ്റെ അടുത്തായിരിക്കും. അതിൽ കയറി ഡ്രൈവ് ചെയ്യുക, എത്രയും പെട്ടെന്ന് കാർ സ്റ്റാർട്ട് ചെയ്ത് സ്പീഡിന് പോവാം. നിങ്ങൾ ശ്രദ്ധിച്ച് പോയാൽ മതി. ആ സ്ലൈഡറിൽ കറക്റ്റ് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ മുകൾ ഭാഗത്തൂടെയുള്ള റോഡിൽ പോവാം. പക്ഷേ റൈഡർ കയറാൻ പറ്റിയില്ല, താഴെ പോയി എന്ന് വെച്ച് വിഷമിക്കണ്ട, താഴെ കൂടെയും പോവാം. 2 റോഡ് അവർ തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. നമുക്ക് ഏതാണോ ഈസി അതുവഴി പോയാൽ മതി. ആകെ ഇതിനകത്തുള്ള കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും വേഗം നമ്മൾ ഫസ്റ്റ് എത്തണം, ഇത്ര സമയത്തിനുള്ളിൽ ഫസ്റ്റ് എത്തണം. ഇപ്പം ഞാൻ താഴെ കൂടെയുള്ള റോഡിലാണ് പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ലൈഡർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പോണേക്കാളും കുറച്ചുകൂടെ സ്പീഡിൽ നമ്മൾ കുറച്ച് ദൂരം കൂടുതലെത്തും. ഞാൻ സൈഡിലുള്ള ആ റോഡ് വഴി കയറുകയാണ്. താഴെ കൂടെ പോകണമെന്നുള്ളവർക്ക് താഴെ കൂടെ പോകാം. താഴെ സ്ലൈഡർ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് താഴെ പോയി എന്ന് വെച്ച് വേറെ പ്രശ്നങ്ങളൊന്നും പറഞ്ഞില്ല. എനിക്ക് ചെറിയ നെറ്റ് ഇഷ്യൂ വന്നപ്പോഴത്തേക്കുമാണ് ഞാൻ കാർ സ്ലിപ്പായി താഴെ പോകാനായിട്ട് പോയത്. അത് കുഴപ്പമില്ല, താഴെ കൂടെ പോയാലും കുഴപ്പമില്ല. ഞാൻ അവിടെ നിന്ന് താഴെ പോയി. ബാക്കി താഴെ കൂടെയുള്ള റോഡിലാണ് പോണത്. ഒരുവിധം ശ്രദ്ധിച്ച് കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഗെയിമിൽ ഫസ്റ്റ് വാങ്ങാം. ആ മുകൾ റോഡിൽ കൂടെ പോകാമായിരുന്നു. 2 സൈഡിൽ കൂടെ ഇപ്പം മുകൾ വശത്തൂടെ പോകാമായിരുന്നു. പക്ഷേ ഞാൻ താഴെ കൂടെയാണ് പോയത്. നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതുപോലെ ചെയ്താൽ മതി. ഇതിൻ്റെ അകത്ത് കുറച്ച് സൂക്ഷിച്ച് പോകണം. ഇവിടെ നിന്ന് ജമ്പ് ചെയ്ത് പോയി എത്തുന്നത് റൈറ്റിലോട്ട് തിരിയണ ഒരു വഴിയുടെ അവിടെയാണ്. അവിടെ കറക്റ്റ് നമ്മൾ കാറ് വളച്ച് കൊടുത്തില്ല എങ്കിൽ ആ ചുമരിൽ ചെന്ന് ഇടിക്കും. ഇവിടെ നമുക്ക് 2 വഴിയുണ്ട്, ലെഫ്റ്റ് റൈറ്റ്. ഇതിൽ ലെഫ്റ്റ് പോയാലും റൈറ്റ് പോയാലും വലിയ പ്രശ്നമില്ല. അപ്പുറത്തെ വഴിയാണെങ്കിൽ കുറച്ച് സ്ലൈഡർ കൂടുതൽ കാണും. പക്ഷേ ഈ വഴിയിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഡോർ അടയും പോലെ വരുന്ന 2 സാധനം അതിൽ തട്ടിക്കഴിഞ്ഞാൽ നമ്മളെ കാർ കത്തിപ്പോവും. പിന്നെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. വീണ്ടും നമുക്ക് കാറ് കിട്ടിയില്ല, ബാക്കി റേസ് കംപ്ലീറ്റ് ആക്കാനും പറ്റില്ല. കാർ കത്തിയാണ് പോണത്. അഥവാ നമ്മൾ പോകുന്ന വഴിക്ക് മറിഞ്ഞ് കിടന്നാൽ പോലും കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ആ നൂല് നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. പക്ഷേ അതിലിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, കാർ മൊത്തം കത്തിപ്പോവും. അതവിടെ എത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ എനിക്ക് ചെറിയ നെറ്റ് ഇഷ്യൂ വന്നതാണ്. ഞാനിപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള മുകളിലെ റോഡിൽ കൂടെയാണ് വന്നത്. അതുപോലെ അപ്പുറത്തെ സൈഡിലും ഉണ്ട് റോഡ്. ഈ മുകൾ റോഡിൽ കൂടെ പോണതിനേക്കാളും കുറച്ചുകൂടെ സേഫ് എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും താഴെ കൂടെ പോണതാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല. 2-3 സ്ലൈഡർ കാണുമെന്നേ ഉള്ളൂ. അത് നമ്മൾ ജമ്പ് ചെയ്ത് പോകണം. ജമ്പ് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷേ മുകളിൽ കൂടെ പോയി കഴിഞ്ഞ് സ്ലിപ്പായി കഴിഞ്ഞ് കാറ് മറിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഒരു 2-3 സെക്കൻഡ്, 2-3 അല്ല, ഒരു 4-5 സെക്കൻഡോളം അത് നൂരാനായിട്ട് എടുക്കും. അപ്പോൾ അത്രയും നമുക്ക് ടൈം ലാഗ് വരും. ഇവിടെയൊന്നും വേറെ പേടിക്കാനൊന്നുമില്ല. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മൾ കറക്റ്റ് റോഡ് നോക്കി അങ്ങ് പോയാൽ മതി. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ മുകൾ റോഡിൽ കൂടെയാണ് വന്നിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് ആ മുകളിൽ കൂടെ തന്നെ ആ സൈഡ് വഴി പോകാമായിരുന്നു. ഇപ്പം ഞാൻ അവിടെ നിന്ന് താഴ്ന്ന് വന്നതുകൊണ്ടാണ് ഈ താഴെ കൂടെയുള്ള റോഡിൽ പോകേണ്ടി വന്നത്. പിന്നെ ഈ വളവ് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. കറക്റ്റ് വളച്ചു കൊടുത്തില്ലെങ്കിൽ ഇവിടെ കുറച്ച് ഗ്ലൈഡിങ് കൂടുതലാണ്. അപ്പോൾ വളച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മൾ ആ ബിൽഡിങ്ങിൽ ചെന്ന് ഇടിക്കും. അതൊന്ന് സൂക്ഷിച്ച് വരണം. പിന്നെ അടുത്ത് ഇവിടെ വരുന്നൊരു ടാസ്ക്കാണ് ആ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ സാധനത്തിൽ കയറി ഇടിച്ച് കഴിഞ്ഞാൽ നമ്മൾ താഴെ പോകും. താഴെ പോയെന്ന് വെച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല.
എനിക്ക് സ്ലൈഡർ കറക്റ്റ് കിട്ടിയില്ല, അത് ഇടിയും കൊണ്ട് നേരെ താഴെ വന്നിട്ടുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല, താഴെ റോഡിൽ കൂടെ അങ്ങ് പോയാൽ മതി. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നെറ്റ് പ്രോബ്ലം വരുന്നുണ്ട്, അതിൻ്റെ ഒരു ലാഗാണ് ഇതിലടിക്കുന്നത്. ഇനി ഒരുപാട് ദൂരമൊന്നുമില്ല, ഏകദേശം നമ്മൾ ഫിനിഷിംഗ് പോയിന്റ് എത്താറായിട്ടുണ്ട്. ഫിനിഷിംഗ് പോയിന്റ് എത്തി. ഫിനിഷിംഗ് പോയിന്റ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ ഫസ്റ്റ് എവിടെ നിന്നാണ് കളി തുടങ്ങിയത് അവിടെയാണ് ഫിനിഷിംഗ് പോയിന്റ്. ഇങ്ങ് വരണമെന്നില്ല, അവിടെ ആർച്ച് വെച്ചിരുന്നതിൻ്റെ ഇപ്പുറം എത്തിയാൽ മതി, അത് ഫിനിഷിംഗ് പോയിന്റ് ആണ്. പിന്നെ ഞാൻ ഇങ്ങ് വന്ന് നിന്നേ ഉള്ളൂ. ഇനി നമുക്ക് ആരെങ്കിലും വരണമെന്ന് നോക്കാം. അവിടെ നിന്ന് ഒരു കാറും കൂടി വരണുണ്ട്. ഫസ്റ്റ് ഒരാൾ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ തന്നെ ബാക്കിയുള്ളവർക്ക് വേണ്ടിയുള്ള കൗണ്ട് ഡൗൺ തുടങ്ങും. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് പറയും. കൗണ്ട് ഡൗൺ കഴിയാറായി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ഇതിൻ്റെ റിസൾട്ട് ഇപ്പോൾ വരും. ഞാനാണ് ഫസ്റ്റ് എത്തിയിട്ടുള്ളത്. അപ്പോൾ നാളെ കാണാം. നാളെ പുതിയ വീഡിയോ വരുന്നത് വരെ ബൈ ബൈ.